നമസ്കാരം, എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. പ്രഥമ മാന്നാർ ശ്രീ മഹാദേവ ഗാനസഭ ശ്രീ പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനും ഒക്കെയായ ഏറെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറിനാണ് ലഭിച്ചത്. ആ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് തിരുവാതിരയും പിന്നെ കാശി എന്ന മിടുക്കനായ ഒരു മോൻ്റെ കളരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കാട്ടുമല്ലിക എന്ന സിനിമയിലൂടെ ഗാനരചയിതാവായി മലയാളത്തിലേക്ക് കടന്നു വന്ന ശ്രീകുമാരൻ തമ്പി സാർ മലയാളത്തിൽ ഒരു വലിയ വരുമാനമായിരുന്നു. ഏതാണ്ട് 1000-ലധികം സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആ മഹാപ്രതിഭ കേരളത്തിലെ ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഫാൽക്കെ, ഒരു പത്മ അവാർഡ് എന്നിവയ്ക്ക് അനുയോജ്യനായ ശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ക്യാഷ് അവാർഡ് ശ്രീകുമാരൻ തമ്പി സാറിന് കൊടുക്കാനുള്ളൊരു ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചു. കൂടാതെ നിരവധി സംഘടനകൾ തമ്പി സാറിന് ആദരവ് നൽകുകയുണ്ടായി. ഞങ്ങൾക്കൊരു വാഗമൺ യാത്രയൊക്കെ ഉണ്ടായിരുന്നേ. യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടുത്ത പനിയായി. അങ്ങനെ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. ഒരു പൂർണ്ണ സമസ്യ. കാരണം ഞാൻ ഓണാട്ടുകരയുടെ മണ്ണിൽ ജനിച്ചതാണ്. ഓണാട്ടുകരയുടെ വായുകൊണ്ട് ആദ്യമായി ശ്വസിച്ചത് അഭിനയിക്കുന്നു. ആ സൂര്യനും വളരെ പേര് കിട്ടിയ പെൺകുട്ടിക്ക് വളരെ പേര് കിട്ടി. ആ പെൺകുട്ടിയാണ് അഭിനയിക്കുന്നത്. ആ സീരിയൽ വരുന്ന അക്ഷയപാത്രം എന്നായിരുന്നു. തന്ത്രങ്ങളായ ശ്രമത്തിൽ ഭിക്ഷ എന്ന നോവൽ അക്ഷയപാത്രം എന്നാണ്. അതായത് മലയാള ടിവി പരമ്പര ചരിത്രത്തിൽ അത്രയധികം റേറ്റിംഗ് വന്ന മറ്റൊരു പരമ്പരയില്ല. കുട്ടിയേക്കാലം ആ ഏറ്റവും റേറ്റിംഗ് വന്ന സീരിയലാണ് നമ്മൾ അഭിനയിച്ചത്. അപ്പൊ ഇങ്ങനെ തമ്പി സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. 11 വർഷക്കാലമായി മാന്നാറിൽ വളരെ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയാണ് മാന്നാർ ശ്രീ മഹാദേവ ഗാനസഭ. ഇതിന്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യയും മകളും എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്നുണ്ട്. അതുവഴിയാണ് എൻ്റെ നാട് കൊല്ലമാണ് ചവറ. അപ്പൊ ഇങ്ങനെയൊരു സംഘടനയെ പറ്റി അറിയുന്നത് അതിലൂടെയാണ്. അങ്ങനെ ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിച്ചു. ഏകദേശം ഒരു 2 മാസം മുന്നേ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ടീച്ചറിന് വരാൻ പറ്റുമോ, സംസാറിനാണ് ഇങ്ങനെ ഒരു അംഗീകാരം അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ വരാൻ വേണ്ടി. കാരണം എനിക്ക് സംസാറിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് ഭയങ്കര ബ്ലസ്ഡായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു 4 രാത്രി തൊട്ടും ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. എന്നിട്ട് പോലും എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയങ്കരമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. സംസാരോടെ സൂചിപ്പിച്ച പോലെ അക്ഷയപാത്രം സീരിയൽ ഞാൻ അഭിനയ രംഗത്തേക്ക് വന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. ആദ്യത്തെ മെഗാ സീരിയൽ സമയമായിരുന്നു. അപ്പോൾ ആ സമയം സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എന്നെ അക്ഷയപാത്രം സീരിയലിൽ നിന്ന് വിളിക്കുന്നത്. അപ്പൊ അന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു സിനിമ സീരിയലിനെ വിളിച്ച് ഭയങ്കര ഭാഗ്യമാണ് ചെയ്യണം. അപ്പൊ എന്റെ കഥാപാത്രം എന്തെങ്കിലാണ് വരുന്നത്. ലക്ഷ്മി മകളായിട്ട് ഗായത്രി എന്ന് പറഞ്ഞ വളരെ കുറച്ച് എപ്പിസോഡ്സേ വരുന്നുള്ളൂ. പക്ഷെ അത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. തുടക്കക്കാരി എന്ന നിലയിൽ ഞാൻ അതിന് മുൻപ് ഈ സമയം സീരിയൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കതിന് എന്നോട് പറയുമ്പോൾ ഒരു ഇത് കാണിച്ചിട്ട് നോക്കിയിട്ട് പറയും, അല്ലെങ്കിൽ ചിരിക്കും, കരയും, ഒരു ഡയലോഗ് പറയും. ഇതൊക്കെ എനിക്ക് അറിയുള്ളൂ. ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാൻ മത്സാറിന്റെ സെറ്റിലോട് ചെല്ലുന്നത്. അപ്പൊ അത് തികച്ചും വളരെ വ്യത്യസ്തമായ ഒരു ലൊക്കേഷൻ ആയിരുന്നു. അദ്ദേഹം സാറ് തന്നെയാണ് അതിന് ഏറ്റവും സാറ് ഒരു സീനില് ഏതൊക്കെ ആർട്ടിസ്റ്റുകളുണ്ടെന്ന് വെച്ചാൽ അവരെല്ലാം വിളിച്ചിരുത്തി ആ സീൻ ആദ്യം വായിച്ചു തരും. അപ്പോൾ നമുക്ക് ഓരോ കഥാപാത്രങ്ങളുടെ മോഡുലേഷൻ, അതിന്റെ ആ സ്ഥായി ഭാവികത്തെ
സാർ പറയാതെ തന്നെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് ഇതിനു മുമ്പ് ഇതിനുള്ള അനുഭവമേ ഇല്ല. പിന്നെ ഞാൻ അക്കരപ്പച്ചയെന്ന് പറയുന്ന സീരിയൽ ചെയ്തു. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം 2012 കവിസാറിന്റെ പാട്ടുകളുടെ പാട്ട് എന്ന് പറയുന്ന സീരിയൽ അഭിനയിക്കുന്നത്. ഇപ്പോ 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കവിസാറിനെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യം എനിക്ക് ഇതുപോലെ നിങ്ങളിപ്പോ കുറെ കഥകൾ കേട്ടു. ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന സമയം ഇതുപോലെ ഓരോ പാട്ടിന്റെ പിന്നിലുള്ള കഥകളും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ശരിക്കും നല്ല ഒരു ഓർമ്മയാണ്. സാറിന്റെ സീരിയലിന്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പാട്ടുകളുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അക്കരപ്പച്ച സീരിയൽ ചെയ്യുമ്പോൾ അന്ന് ഞാൻ കുറെ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു പാട്ട് സീക്വൻസിൽ എന്തോ ബൈ മിസ്റ്റേക്ക് അതിലെന്തോ 2 ഷോട്ട് എന്തോ മിസ്സായിപ്പോയി. അപ്പൊ ഉടനെ എപ്പിസോഡ് പോകണമായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു, നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ആ ഡേറ്റ് ഞാൻ ഓൾറെഡി വേറൊരു സീരിയലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആയിരുന്നു. മാർത്താണ്ടത്തായിരുന്നു ഷൂട്ട്. അപ്പൊ ഞാൻ അച്ഛനാണ് സംസാരിച്ചത്. അച്ഛനിങ്ങനെ പറഞ്ഞില്ല, മാർത്താണ്ടത്താണല്ലോ വരാൻ പറ്റുന്ന സാഹചര്യമില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ചോദിച്ചു പറഞ്ഞു, സാർ അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. കാരണം സാറിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നൊരു ഷോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ ഇത് സാർ തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ഒരു സൂപ്പർ സ്റ്റാറുകളുടെ അടുത്ത് പോലും ഇങ്ങനെ പോയി എടുത്തിട്ടില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും സാർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതൊക്കെ ഒരു ഓർമ്മകളാണ് എന്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. 2001 തൊട്ട് ഞാൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 3 വർക്കിലാണെങ്കിൽ പോലും അന്നും ഇന്നും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സാറിന്റെ പാട്ടുകൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയും വർഷങ്ങളോളം നിലനിൽക്കുന്ന ഇത്രയും ദീർഘവീക്ഷണത്തോടെ 28 വയസ്സിലും 30 വയസ്സിലും ഒക്കെ എഴുതിയ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനിയും തലമുറകളോളം നിലനിൽക്കുക തന്നെ ചെയ്യും. സാറിന് ദീർഘായുസ്സും ആയിരവരും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ശ്രീ മഹാദേവ ഗ്രാമസഭ തുടർന്ന് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എന്നിവിടെ തിരുവാതിര അവതരിപ്പിച്ചവര് 10 മിനിറ്റ് പെർഫോമൻസ് ആണെങ്കിൽ എത്ര ദിവസം കൊണ്ടുള്ള എഫേർട്ട് ആയിരിക്കും അല്ലേ? അപ്പൊ ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് എനിക്ക് ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ കളരി ആണെങ്കിൽ എന്റെ മക്കളും കളരി പഠിക്കുന്നുണ്ട്. MPG CBA കളരിയിലാണ്. അപ്പൊ എത്രത്തോളം എഫേർട്ടാണ് ഓരോ കളരിയും പഠിക്കുന്നതിന് എടുക്കുന്നത്. നമ്മൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യണം ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ എത്തണമെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ മോൻ കാശിക്ക് എല്ലാ ആശംസകളും നേരുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പറയുന്നില്ല.